ഗുരു നിത്യചൈതന്യയതിയുടെ ആത്മകഥയായ യതിചരിതത്തിൽ നിന്നൊരു ഭാഗം. ഗുരു തൻ്റെ യാത്രക്കിടയിൽ ബസവപ്പൻ എന്നൊരു ബാലനെ കണ്ടെത്തുന്നതും അവൻ്റെ കാരുണ്യവും സഹാനുഭൂതിയും ഗുരുവിൻ്റെ ഹൃദയത്തിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്നതുമാണ് ഇതിൽ തെളിയുന്നത്. അന്ന് രാത്രി മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ കഴിച്ചുകൂട്ടി. വെളുപ്പിന് 6 മണിക്ക് ഊട്ടിക്കുള്ള ബസ് പോകും. 4:30 മണിയായപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ തീരുമാനിച്ചു. പെട്ടി നിറയെ പുസ്തകമാണ്. എടുത്തിട്ട് പൊങ്ങുന്നില്ല. അത്താഴം കഴിക്കാത്തത് കാരണം നല്ല ക്ഷീണമുണ്ട്. ഒരു ചുവട്ടുകാരൻ അടുത്ത് വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു. അയാൾക്ക് 2 രൂപ വേണം. അത് കേട്ട് കഷ്ടിച്ച് 12 വയസ്സുള്ള ഒരു കുട്ടി ഉറക്കച്ചടവോടെ അടുത്തു വന്ന് പറഞ്ഞു, സ്വാമി, ഞാൻ 1 രൂപയ്ക്ക് കൊണ്ടുതരാം. അത് കേട്ട ആദ്യത്തെ തടിയൻ പോർട്ടർ കുട്ടിയെ അടിക്കാൻ വന്നു. ഞാൻ അയാളെ കുട്ടിയിൽ നിന്ന് തള്ളി മാറ്റി. കുട്ടിയുടെ സഹായത്തോടു കൂടി പെട്ടിയെടുത്ത് ഞാൻ എൻ്റെ തലയിൽ കയറ്റി. ടൈപ്പ്റൈറ്ററും വലിയ സഞ്ചിയും പെട്ടിയും കൂടി എടുക്കാൻ വളരെ പ്രയാസപ്പെട്ടു. ഭാരമൊന്നും തലയിലെടുത്ത് വെച്ച് ശീലമില്ലാത്തത് കൊണ്ട് കഴുത്ത് ഒടിഞ്ഞു പോകുമെന്ന് തോന്നി. ഇതെല്ലാം എടുത്തുകൊണ്ട് ഒരു ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങുകയും വേണം. എൻ്റെ വിഷമം കണ്ട് ആ ചെറിയ കുട്ടി വന്നു പറഞ്ഞു, സ്വാമി, എൻ്റെ അടുത്ത് തരൂ. ഞാൻ എൻ്റെ സത്യം അവനോട് പറഞ്ഞു. കുഞ്ഞെ, എൻ്റെ അടുത്ത് കുറച്ച് രൂപയേ ഉള്ളൂ. ബാക്കി പണം ബസ്സിന് കൊടുക്കണം. അവൻ അത് മതി എന്ന് സമ്മതിച്ചു. ഞാനൊരു തടിയൻ. എൻ്റെ കഴുത്ത് ഞെരിയുന്നു. അത്ര കനമുള്ള ആ പെട്ടി ഞാൻ എങ്ങനെ ആ കുട്ടിയുടെ തലയിൽ വെച്ച് കൊടുക്കും? അതും ചുമന്നുകൊണ്ട് ഒരു പടി പോലും കയറാൻ എന്നെ കൊണ്ട് സാധിക്കുകയുമില്ല. മനസ്സില്ലാ മനസ്സോടെ പെട്ടി ഞാൻ അവൻ്റെ തലയിൽ വെച്ച് കൊടുത്തു. പാവം കുട്ടി. അവൻ ഊഹിച്ചതിലും എത്രയോ അധികം ഭാരമായിരുന്നു ആ പെട്ടിക്ക്. അവൻ്റെ പിഞ്ചു കഴുത്ത് വിറയ്ക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആ പെട്ടി തിരികെ വാങ്ങാൻ ശ്രമിച്ചു. അവനത് തരാൻ കൂട്ടാക്കിയില്ല. ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞപ്പോൾ ടൈപ്പ്റൈറ്റർ കൂടെ അവൻ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു. ഞാൻ ഒഴിഞ്ഞു മാറിയെങ്കിലും അവസാനം അതും അവൻ കൈക്കലാക്കി. ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി ഞാൻ അവനെപ്പറ്റിയും അവൻ എന്നെപ്പറ്റിയും പലതും മനസ്സിലാക്കി. അവന് അമ്മ മാത്രമേ ഉള്ളൂ. അവർ രോഗിണിയായി ഏതോ ചേരിയിൽ കിടക്കുകയാണ്. ജോലിയെടുക്കുവാൻ ശക്തിയില്ല. അവൻ ചുമന്ന് കിട്ടുന്ന കാശ് കൊണ്ടുവേണം 2 പേരും കഴിയുവാൻ. ഞാൻ വാല്യൂസ് മാസികയിൽ 6 ലക്കം തുടർച്ചയായി നടരാജഗുരു എഴുതിയ ഏകലോക സാമ്പത്തിക വ്യവസ്ഥിതിയുടെ കരട് പത്രിക പ്രസിദ്ധപ്പെടുത്തിയിട്ട് വരുന്ന വഴിയാണ്. ആഡം സ്മിത്തും കാറൽ മാക്സും ലെനിനും ഗാന്ധിയും എല്ലാം പറഞ്ഞിട്ടുള്ള തത്വങ്ങൾ എൻ്റെ ബുദ്ധിയിൽ പേനിഴയുന്നത് പോലെ ഇഴഞ്ഞു നടക്കുവാൻ തുടങ്ങി. ബസവപ്പൻ എന്ന ഈ പിഞ്ചു കുഞ്ഞിൻ്റെ ചുമലിൽ ഒരു വലിയ പെട്ടിയും കയറ്റി വെച്ചുകൊണ്ട് ജീവകാരുണ്യത്തെപ്പറ്റി ചിന്തിക്കുന്ന എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത വെറുപ്പ് തോന്നി. റൂസോയും റസ്കിനും വിക്ടർ ഹ്യൂഗോയുമെല്ലാം എന്നെ പരിഹാസത്തോടുകൂടി ഉറ്റുനോക്കുന്നത് പോലെ തോന്നി. അരുളുള്ളവനാണ് ജീവി എന്ന നാരായണഗുരു മന്ത്രം എന്നും ഉരുവിട്ട് നടക്കുന്നവനാണ് ഞാൻ. എനിക്ക് എന്നിൽ നിന്ന് തന്നെ ഓടി ഒളിക്കണമെന്ന് തോന്നി. എൻ്റെ ജീവിതദർശനമെല്ലാം അവൻ്റെ ദയാവായ്പിന് മുമ്പിൽ അപഹാസ്യമായി തീർന്നിരിക്കുന്നു. ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. അവന് ഞാൻ എൻ്റെ കൈവശം മിച്ചമുണ്ടായിരുന്ന രൂപ എടുത്തു നീട്ടി. അവൻ ചിരിച്ചുകൊണ്ട് അത് വാങ്ങിയിട്ട് എൻ്റെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, സ്വാമി, വരൂ, നമുക്കൊരു ചായ കഴിക്കാം. ഞാനെങ്ങനെ ചായ കഴിക്കും? ബസ്സിനുള്ള ടിക്കറ്റ് വാങ്ങണ്ടേ? ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ചായ വാങ്ങിത്തരാം. നിങ്ങൾക്ക് അധിക നേരം ബസ്സിൽ ഇരിക്കേണ്ടതല്ലേ എന്നായി ബസവപ്പൻ. എനിക്ക് വ്യസനവും ലജ്ജയും തോന്നി. വേണ്ട ബസവപ്പ. അവൻ്റെ മുഖം വളരെ ദയനീയമായി മാറി. അവൻ എൻ്റെ കണ്ണുകളിൽ ഇട്ടുനോക്കിക്കൊണ്ട് ചോദിച്ചു, ഞാനൊരു ചുമട്ടുകാരൻ പയ്യൻ. പാവമായതുകൊണ്ടാണോ സ്വാമി എൻ്റെ ചായ വേണ്ട എന്ന് പറയുന്നത്? അവൻ്റെ മുഖത്ത് വേദനയും അപമാനഭീതിയും തിരസ്കരണത്തിൻ്റെ ദുഃഖവും വ്യക്തമായി കാണാമായിരുന്നു. വാസ്തവത്തിൽ ആരാണ് ദരിദ്രൻ? എൻ്റെ കണ്ണു നിറഞ്ഞു. കണ്ഠമിടറി. ഞാനൊന്നും പറയാതെ അവൻ്റെ കൂടെ ബസ് സ്റ്റാൻഡിലെ ചായക്കടയിൽ കയറി ഒരു സ്റ്റൂളിലിരുന്നു. അവൻ സുപ്രസന്നനായി വിളമ്പുകാരനോട് പറഞ്ഞു, 2 മസാല ദോശ, വട, സാമ്പാർ, കാപ്പി. ഒരിക്കലും ഇങ്ങനെയൊരു നിസ്സഹായത ഞാൻ അനുഭവിച്ചിട്ടില്ല. ബസവപ്പൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഒന്നും പറയാതെ അവൻ വാങ്ങി തന്നതെല്ലാം കഴിച്ചു. ഫേൺഹില്ലിൽ എത്തിയതിനു ശേഷം അവന് കുറച്ച് പണം അയച്ചു കൊടുക്കാം എന്ന് സമാധാനിച്ചു. ബസ്സിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ബസവപ്പനോട് അവൻ്റെ മേൽവിലാസം ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് എഴുത്തും വായനയും ഒന്നും അറിഞ്ഞുകൂടാ. വീടുമില്ല. അമ്മ ഒരു ചേരിയിൽ കിടന്നുറങ്ങുന്നു. എനിക്ക് എഴുത്തൊന്നും വേണ്ട. അല്ല, പണം അയക്കാം എന്ന് പറയാൻ എൻ്റെ നാവ് പൊങ്ങിയില്ല. വണ്ടി വിടുന്നത് വരെ അവൻ ജീവസാഫല്യം ലഭിച്ച സന്തോഷത്തോടു കൂടി അവിടെ നിന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഇന്നും മൈസൂർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും വരുമ്പോൾ എൻ്റെ കണ്ണുകൾ അവിടെയെല്ലാം ബസവപ്പനെ തേടി നടക്കും. അവനെ ഓർത്ത് ഞാൻ പലപ്പോഴും ചുമട്ടുകാർ കുട്ടികൾക്ക് അവർ ചോദിക്കുന്നതിലും അധികം പണം കൊടുക്കും. അവർ ചോദിക്കാതെ തന്നെ അവരെ ചായക്കടയിൽ കൊണ്ടുപോയി ചായയും പലഹാരവും വാങ്ങിക്കൊടുക്കും. എന്നാലും മനസ്സിൽ നിന്നും ബസവപ്പനോടുള്ള കടപ്പാട് നിറവേറ്റപ്പെടാതെ ഒരു ശൂന്യതയായി ശേഷിക്കുന്നു. ഒരിക്കലും ചെമ്പുതൊട്ടുകൾ കൊണ്ട് തീർക്കാനാവാത്ത ഒരു സ്വർണ്ണ നാണയമാണ് അവൻ്റെ ഓർമ്മ.